ദളിത് വിദ്യാർത്ഥി രോഹിത് വെമുലയുടെ ആത്മഹത്യയിൽ പ്രതിഷേധിച്ച് ഹൈദരാബാദ് സർവകലാശാലയിലെ 10 അധ്യാപകരാണ് രാജിവെച്ചത്. കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചാണ് രാജി. അതേസമയം ഹൈദരാബാദ് സർവകലാശാല ക്യാമ്പസ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് സന്ദർശിക്കും. ഇപ്പോൾ ഇതിന്റെ വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, രാജ്യത്താകമാനം കത്തിപ്പടരുന്ന ദളിത് വിരുദ്ധതയ്ക്കെതിരായ നീക്കം കൂടുതൽ ശക്തി പ്രാപിക്കുന്നു, പ്രത്യേക ദിശ കൈവരുന്നു. 10 അധ്യാപകരാണ് കേന്ദ്ര സർക്കാരിനോട് വിയോജിച്ചും വിദ്യാർത്ഥികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും രാജിവെച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ വിവരം, മറ്റ് വിവരങ്ങളിലേക്ക് കൂടി. അജിംഷാദ്, ദളിത് വിദ്യാർത്ഥി രോഹിത് വെമുല ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം വളരെ ശക്തമാകുകയാണ്. ഇന്ന് സർവകലാശാലയിലെ അധ്യാപകർ കൂടി ഇപ്പോൾ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി നടത്തിയ ചില വിശദീകരണങ്ങളാണ് അധ്യാപകരെ പ്രകോപിപ്പിച്ചത്. പ്രത്യേകിച്ചും സ്മൃതി ഇറാനിയുടെ ഇന്നലത്തെ വാദം ഈ രീതിയിലായിരുന്നു. സന്തോഷ് വ്യക്തമല്ല, ടെലിഫോണിൽ എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് ഒരു പരിധിവരെ ഒരുപക്ഷെ ദളിത് വിരുദ്ധമായ സമീപനങ്ങൾക്ക് എതിരായ നീക്കങ്ങൾക്ക് ശക്തി പകരുന്ന ഒട്ടേറെ സംഭവ വികാസങ്ങൾ ഈ അടുത്തിടെ രാജ്യത്താകമാനം സംഭവിച്ചു. ചുട്ടുകൊല്ലുന്നതടക്കമുള്ളവയെ സംബന്ധിച്ച് രാഷ്ട്രീയമായ ചർച്ചകൾ ഉണ്ടായി. ഒരുപക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി രോഹിത് വെമുലയുടെ ആത്മഹത്യ ഒരു വലിയ സാമൂഹിക വിമർശനമായി മാറുന്നു. ലോകം ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സാമൂഹിക വിമർശനമാണ് ആത്മഹത്യ എന്ന് ഒരുപക്ഷെ ബോധ്യപ്പെടുത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. 10 അധ്യാപകർ പോലും രാജിവെക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. ഇന്നലെ സ്മൃതി ഇറാനി പറഞ്ഞ കാര്യങ്ങൾ, ആ കമ്മിറ്റിയിൽ ദളിതരുണ്ടായിരുന്നു എന്നതടക്കമുള്ള പരാമർശങ്ങൾക്കെതിരെയാണ് വിമർശനങ്ങൾ ഉയരുന്നത്. ഒരുപക്ഷെ 10 അധ്യാപകരാണ് രാജിവെക്കുന്നതെങ്കിൽ അത് സമരത്തിൻ്റെ ഒരു പ്രത്യേക ദിശ ഈ വിഷയത്തിൽ കൈവന്നിരിക്കുന്നു എന്ന് തന്നെ വിലയിരുത്തപ്പെടേണ്ടേ? സന്തോഷിലേക്ക് പോകുമ്പോൾ തീർച്ചയായും സന്തോഷ്, ഇന്ന് അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർ ആ വേദിയിലേക്ക് എത്താനിരിക്കുന്നു. വിദ്യാർത്ഥികളുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ എത്തുന്നു. രാജ്യത്താകമാനം ഇത് ദളിത് വിരുദ്ധമായ നീക്കങ്ങളുടെ ഒരു പരിച്ഛേദമായി കാണുന്നു. ഈ സമയത്താണ് 10 അധ്യാപകർ രാജിവെക്കുന്നത്. സമഗ്രമായ ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് പോയാൽ സന്തോഷ്. അജിംഷാ, തീർച്ചയായും ഈ സമരം അതൊരു ദേശീയ തലത്തിൽ തന്നെ വലിയ ഒരു പ്രക്ഷോഭമായി ആളിപ്പടരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. പ്രത്യേകിച്ചും ഈ അധ്യാപകർ കൂടി ഇന്ന് വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ രോഹിത് വെമുലയുടെ ആത്മഹത്യയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഹൈദരാബാദ് സർവകലാശാലയിൽ അനിശ്ചിതകാല നിരാഹാരം സമരം ഇപ്പോഴും തുടരുന്നു. ഈ സമരത്തിന്റെ ഭാഗമാകാൻ ഇന്ന് ഹൈദരാബാദ് സർവകലാശാലയിലെ ദളിത് വിഭാഗത്തിൽപ്പെട്ട അധ്യാപകർ കൂടി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതിൽ തന്നെ ഈ അധ്യാപകരെ ഇത്തരത്തിലുള്ള ഒരു നടപടിക്ക് പ്രേരിപ്പിച്ചത് ഇന്നലെ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി സ്മൃതി ഇറാനി നടത്തിയ ചില വിശദീകരണങ്ങളാണ്. ഈ വിശദീകരണം ഇങ്ങനെയായിരുന്നു: സർവകലാശാലയിൽ നടന്നത് ദളിതരും ദളിത് വിരുദ്ധരും തമ്മിലുള്ള ഒരു പ്രശ്നമല്ല. രോഹിത് വെമുല ഉൾപ്പെടെയുള്ള അധ്യാപകർക്കെതിരെ നടപടി സ്വീകരിച്ച എക്സിക്യൂട്ടീവ് സമിതിയിൽ പോലും ദളിത് വിഭാഗത്തിൽപ്പെട്ട അധ്യാപകരുണ്ടായിരുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വ്യാഖ്യാനത്തിലേക്ക് കടക്കരുത്, വാർത്തകൾ വളച്ചൊടിക്കരുത് എന്നാണ് സ്മൃതി ഇറാനി ഇന്നലെ പറഞ്ഞത്. എന്നാൽ ഇത് സർവകലാശാലയിലെ അധ്യാപകർ നിഷേധിച്ചു. ഈ എക്സിക്യൂട്ടീവ് സമിതിയിൽ ഈ നടപടി സ്വീകരിച്ച സമിതിയുടെ തലപ്പത്തുള്ള ആരും തന്നെ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരല്ല എന്നാണ് അധ്യാപകർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സർവകലാശാല നൽകിയിട്ടുള്ള ഭരണസമിതിയിൽ നൽകിയിട്ടുള്ള അംഗത്വങ്ങളിൽ നിന്ന് എല്ലാം തന്നെയും ദളിത് അധ്യാപകർ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. 10 അധ്യാപകരാണ് രാജിവെച്ച് വിദ്യാർത്ഥികളോടൊപ്പം പ്രതിഷേധത്തിൽ പങ്കുചേർന്നിരിക്കുന്നത്. അതേസമയം ഹൈദരാബാദ് സർവകലാശാലയിൽ പോലീസിന്റെ നിരോധനാജ്ഞ വകവയ്ക്കാതെ വിദ്യാർത്ഥികൾ കൂടുതലായി എത്തിക്കൊണ്ടിരിക്കുന്നു. മറ്റ് സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ കൂടി ഈ സമരത്തിന് പിന്തുണയുമായി എത്തുന്നു. ഇന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഈ വിദ്യാർത്ഥികൾക്ക് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സർവകലാശാലയിലെത്തും. അതേസമയം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഈ ദളിത് വിദ്യാർത്ഥികളുടെ സാഹചര്യത്തിൽ സന്തോഷ്, ഇപ്പോൾ നമ്മോടൊപ്പം ആക്ടിവിസ്റ്റ് കൂടിയായ MP മനോജ് ചേരുകയാണ്. ശ്രീ മനോജ്, രോഹിത് വെമുല ഒരു സമരപുഷ്പമായി രൂപപ്പെടുകയാണോ രാജ്യത്ത്? രോഹിത് വെമുല നമ്മൾ ഇതിനു മുമ്പ് ഒരുപക്ഷെ ഇന്ത്യയിൽ കാണാതിരുന്നതിനേക്കാൾ ഹൈന്ദവ ഫാസിസത്തിന്റെ നേരിട്ടുള്ള ഇടപെടൽ മാത്രമല്ല, ഇന്ത്യയിലെ വിജ്ഞാന ശാഖകളോട് അവർ നാളിതുവരെ പുലർത്തിയിട്ടുള്ള അവരുടെ വരേണ്യ ബോധങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളും പിന്നോക്ക സമൂഹങ്ങളും
ദളിത് ആദിവാസി വിഭാഗങ്ങളും മറ്റ് ജനാധിപത്യ പുരോഗമന വിഭാഗങ്ങളും വിജ്ഞാന മേഖലയിൽ നാളിതുവരെ ഇവിടുത്തെ വരേണ്യ സമൂഹം നടത്തിയിരുന്ന അവരുടെ കടന്നാക്രമണങ്ങളെ തിരിച്ചറിയുന്നതിന്റെ ഏറ്റവും പുതിയ ഒരു ഉദാഹരണമായിട്ടാണ് ഇന്ന് ഹൈദരാബാദിലെ അധ്യാപകരുടെ രാജിയെ നമുക്ക് കാണേണ്ടത്. പ്രത്യേകിച്ച് 90-കൾക്ക് ശേഷം ഇന്ത്യയിൽ രൂപപ്പെട്ട അടിത്തട്ടിന്റെ ദളിത് ബഹുജന സമൂഹങ്ങളുടെ അടിത്തട്ടിന്റെ അവരുടെ പുതിയ വിജ്ഞാനവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള അവരുടെ അന്വേഷണങ്ങളുടെ ഒരു തുടർച്ചയായിട്ടാണ് ഒരർത്ഥത്തിൽ രോഹിതിന്റെയും ഹൈദരാബാദിലെ വിദ്യാർത്ഥികളുടെ പ്രവർത്തനത്തെയും നമ്മൾ കാണേണ്ടത്. അതല്ലാതെ അത് കേവലമായ ഒരു മുസ്ലിം വിഭാഗത്തിന്റെ ഒരു പ്രശ്നത്തിൽ സഹകരിച്ചു എന്ന നിലയിൽ അതിനെ ചുരുക്കി കാണുകയല്ല ചെയ്യേണ്ടത്. ഇന്ത്യയിലെ അടിത്തട്ടിന്റെ വിജ്ഞാന മേഖലയിലുള്ള അന്വേഷണത്തിന്റെ ഭാഗമായും നവജനാധിപത്യ സാഹോദര്യ അന്വേഷണങ്ങളുടെ ഭാഗമായിട്ടുമുള്ള ശ്രമങ്ങളായിട്ടായിരുന്നു അംബേദ്കർ വിദ്യാർത്ഥി പ്രസ്ഥാനം ആ വിഷയങ്ങളിൽ സഹകരിച്ചിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരുപക്ഷെ ഇന്ത്യയിൽ കാണാത്ത വിധത്തിലുള്ള എല്ലാ വിഭാഗങ്ങളുടെയും ഗാന്ധിയന്മാരുടെയും സോഷ്യലിസ്റ്റുകളുടെയും അതുപോലെ മാർക്സിയൻ സമൂഹത്തിൽപ്പെട്ട പ്രസ്ഥാനങ്ങളുടെയും പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയും വിപുലമായ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണയോടുകൂടി അത് ഇന്ന് വളരെ സജീവമായ ഒരു ചർച്ചാ വിഷയമായി ഇന്ത്യയിൽ മാറിയിരിക്കുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. മനോജ്, അതായത് ഇത് വലിയ ചില വിഷയങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ഓൾ അതേഴ്സ് എക്സെപ്റ്റ് ദളിത്സ് എക്സ്പീരിയൻസ്ഡ് അപ്വേർഡ് മൊബിലിറ്റി എന്ന് ഒരുപക്ഷെ മണ്ഡൽ കമ്മീഷൻ തന്നെയാണ് പറഞ്ഞത്. 5000 വർഷത്തെ അടിമത്വം കൊണ്ട് ജനിതകമായി പോലും ഡാമേജ് സംഭവിച്ചു എന്ന് മണ്ഡൽ കമ്മീഷന് പോലും എഴുതേണ്ടി വന്നു ദളിത് സമൂഹത്തെക്കുറിച്ച് ഇന്ത്യയിലെ. ആ ദളിത് സമൂഹം വിവിധ കോണുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന പീഡനങ്ങളുടെ ഒടുവിലത്തെ ചിത്രമായി രോഹിത് വെമുല മാറുമ്പോൾ 10 അധ്യാപകരുടെ രാജിയും ഒരുപക്ഷെ സീതാറാം യെച്ചൂരിയും അരവിന്ദ് കെജ്രിവാളും അടക്കമുള്ളവർ അവിടേക്ക് വിരൽ ചൂണ്ടുമ്പോൾ ഇത് രാജ്യത്ത് മറ്റെന്തൊക്കെ ദിശകളിലേക്ക് വ്യാപിക്കാവുന്ന സമരമായി മാറും? തീർച്ചയായും അതിന് ദാർശനികമായ മുഖമുണ്ടോ? തീർച്ചയായും. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെയും ലോകത്തിലെയും ഏറ്റവും ശാസ്ത്രീയമായ വിജ്ഞാനം മുന്നോട്ട് വെച്ച ഇന്ത്യയിലെ ബൗദ്ധ പ്രസ്ഥാനങ്ങളെ എങ്ങനെയാണ് ബ്രാഹ്മണിക ആശയങ്ങൾ നേരിട്ടതെന്ന് നമുക്ക് ഇന്ന് ചരിത്രത്തിലൂടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ മറ്റ് ജനാധിപത്യ ധാരകളെ, ഭക്തി പ്രസ്ഥാനങ്ങളിലെ ജനാധിപത്യ ധാരകളെ എത്ര നികൃഷ്ടമായിട്ടാണ് അവരെ തകർത്തെറിഞ്ഞത് എന്ന് DD കോസാംബിയെ പോലുള്ളവരുടെ കൃതികളിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. നിരവധി ഭക്തി സെയിന്റുകൾക്ക് ബ്രാഹ്മണ്യത്തിന്റെ സമ്മർദ്ദങ്ങൾ സഹിച്ചു വയ്യാതെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ എന്ന് DD കോസാംബി വ്യക്തമാക്കിയിട്ടുണ്ട്. അടിത്തട്ടിന്റെ ജനാധിപത്യപരമായിട്ടുള്ള ശ്രമങ്ങളും ജ്ഞാന അന്വേഷണങ്ങളും അതാത് ഘട്ടങ്ങളിൽ ബ്രാഹ്മണ്യം അതിനെ അട്ടിമറിച്ചതിന്റെ തെളിവുകൾ നമുക്ക് മുമ്പിലുണ്ട്. എന്നാൽ 90-കളോടുകൂടി പുതിയ ആശയമേഖലകൾ രൂപമെടുക്കുകയും ഉത്തരാധുനിക ചിന്താ പദ്ധതികൾ വികസിക്കുകയും സ്ത്രീകളുടെയും ന്യൂനപക്ഷങ്ങളുടെയും ദളിതരുടെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും ഗോത്ര വിഭാഗങ്ങളുടെയും തൊഴിലാളി വർഗത്തിന്റെയും ഇതര കീഴാള പാർശ്വവൽകൃത വിഭാഗങ്ങളുടെയും വിജ്ഞാന ശാഖകൾ നമ്മുടെ ക്യാമ്പസുകളിൽ വികസിച്ചു വന്നപ്പോൾ അത് പുതിയ തുറസ്സുകളായപ്പോൾ ആ വിജ്ഞാന ശാഖകളുള്ള അതിഭീകരമായ എതിർപ്പാണ് നമ്മൾ ഇന്ന് ഈ വരേണ്യരായിട്ടുള്ള പണ്ഡിതരുടെ മുഖത്തു നിന്ന് നമ്മൾ കേൾക്കുന്നത്. അവർ എന്താണ് പറയുന്നത്? അവർക്ക് ഒറ്റ ആർഗ്യുമെന്റ് മാത്രമല്ലേ നമ്മൾ അവരിൽ നിന്ന് കേൾക്കുന്നുള്ളൂ. ഈ അംബേദ്കറേറ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനം മുസ്ലിം ഭീകര സംഘടനയോട് കൂടി ചേർന്നു എന്ന് പറയുന്ന ഒറ്റ ആർഗ്യുമെന്റ് അല്ലാതെ മറ്റെന്തെങ്കിലും ആർഗ്യുമെന്റ് നമ്മൾ അവരിൽ നിന്ന് കേൾക്കുന്നുണ്ടോ? നമ്മൾ മനസ്സിലാക്കുന്നത് വേറെ ഒന്നും അവർക്ക് പറയാൻ കഴിയുന്നില്ല. ഈ അടിത്തട്ടിന്റെ അന്വേഷണങ്ങൾ നമ്മുടെ എല്ലാ ക്യാമ്പസുകളിലും വിജ്ഞാന ശാഖകളിലും വികസിച്ചിരിക്കുന്നു. അത് ജ്ഞാന പദ്ധതിയായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സവിശേഷമായ ശ്രദ്ധ, സവിശേഷമായ പ്രാധാന്യം നമ്മൾ കാണുകയാണ്. അത് മുന്നോട്ട് വളരെ സജീവമായി അത് മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും MP മനോജ് ദയവായി തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം KK കൊച്ചു കൂടി ചേരുകയാണ്. ശ്രീ കൊച്ചു, അതായത് ഒരു ആത്മഹത്യ ഒരുപക്ഷെ വലിയ സാമൂഹിക വിമർശനമായി രൂപപ്പെടുത്താൻ രോഹിത് വെമുലയ്ക്ക് കഴിഞ്ഞുവെങ്കിൽ 10 അധ്യാപകർ കൂടി ഇന്ന് രാജിവെച്ച് അദ്ദേഹത്തോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഒപ്പം ആ സമരത്തെ അംഗീകരിക്കപ്പെടുന്നു. ഒരുപക്ഷെ ഇത് ശുഭകരമായ ചില നീക്കത്തിൻ്റെ ഭാഗമായി കാണാനാകുമോ? കേന്ദ്ര സർക്കാരിൻ്റെ വിവേചനത്തെ അല്ലെങ്കിൽ ദളിത് വിരുദ്ധമായ രാജ്യത്തിൻ്റെ സമീപനത്തെ കാണാൻ ഇത്തരം സമീപനങ്ങൾ കൊണ്ട്, സമരങ്ങൾ കൊണ്ട് സാധ്യമാകുമോ? താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അങ്ങനെ? വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്തോ ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ വിജയമായിട്ടാണ് ഞാൻ ഈ സമരത്തെ കാണുന്നത്. ഈ
ഇന്ത്യയിൽ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് കൊച്ച്, പറഞ്ഞോളൂ. ഇപ്പൊ ഇന്ത്യയിലെ ഒരു യഥാർത്ഥ ജനാധിപത്യം എല്ലാ മനുഷ്യൻ സമത്വത്തോടും സ്വാതന്ത്ര്യത്തോടും സാഹോദര്യത്തോടും കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലനിൽക്കണമെങ്കിൽ ഹിന്ദുത്വത്തിന്റെ പ്രത്യയശാസ്ത്രം തന്നെയാണ് തകർക്കപ്പെടേണ്ടത്. ഇത് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഹിന്ദുത്വത്തിന്റെ പ്രത്യയശാസ്ത്രം തകർക്കപ്പെടേണ്ടതെന്ന് ചോദിച്ചാൽ, ഇപ്പൊ രോഹിത് വെമുലയുടെ ആത്മഹത്യ ഒറ്റപ്പെട്ട ഒരു യാദൃശ്യ സംഭവമായിട്ടാണ് ഇപ്പോൾ പറഞ്ഞ് BJPയും സംഘപരിവാരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വാദം ശുദ്ധ അസംബന്ധമാണ്. ഏത് സംഘടനയും വിലയിരുത്തേണ്ടത് അതിന്റെ ആശയ മണ്ഡലത്തിലൂടെയാണ്. സംഘപരിവാർ നെടുവിരുദ്ധമാകുന്നത് അതിന്റെ ലക്ഷ്യം സവർണ ജാതികളുടെ ഏറ്റവും ന്യൂനപക്ഷമായ ബ്രാഹ്മണരുടെ രാഷ്ട്രീയവും സാംസ്കാരികവുമായ മേധാവിത്വം നിലനിർത്താനാണ്. ഇതിന് ആധാരമായ ആശയങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് വേദങ്ങൾ, സ്മൃതികൾ, ശ്രുതികൾ, ഭഗവത്ഗീത, രാമായണം, മഹാഭാരതം എന്നിവയിൽ നിന്നുമാണ്. ഈ കൃതികളെ ചരിത്രപരമായും സാഹിത്യപരമായും വിലയിരുത്താതെ ജ്ഞാനമാർഗമായി അംഗീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് പ്രവർത്തനത്തിന്റെ മാർഗദർശികളായി അംഗീകരിക്കുമ്പോൾ ഇത്തരം അവയിലെ ദേവന്മാർ നിരാശ്രയരായ അനേകം ഗോത്രങ്ങളെയും കുലങ്ങളെയും കൊന്നുമുടിച്ചവരാണെന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഹിംസയുടെ ഈ പ്രത്യയശാസ്ത്രം ഭഗവാൻ കൃഷ്ണൻ അർജുനൻ ഉപദേശിക്കുന്നത് രാജ്യത്തിന് വേണ്ടി പിതാക്കളെയും പുത്രന്മാരെയും ഗുരുക്കന്മാരെയും കൊല്ലാമെന്നാണ്. ഇപ്രകാരം ഒരു ഹിംസയുടെ പ്രത്യയശാസ്ത്രത്തെ മുറുകെ പിടിക്കുമ്പോൾ ഹിന്ദു ദേവന്മാർ കൊന്നു തള്ളിയവരുടെ നിലയിലാണ് ദളിതർ നിലകൊള്ളുന്നത്. ഇതുകൊണ്ട് തന്നെ ആധുനിക ജനാധിപത്യ സമൂഹത്തിന് നിരക്കാത്ത രീതിയിൽ ദളിത് വിരുദ്ധമായിട്ട് മാത്രമേ സംഘപരിവാറിന് മാറാൻ കഴിയൂ. അതായത് ശ്രീ കൊച്ച്, അതായത് അത്തരം സമീപനങ്ങളിൽ നിന്ന് ഒരുപക്ഷെ വാൽമീകി ഉണ്ട്, ഒരുപക്ഷെ ശ്രീകൃഷ്ണൻ തന്നെ ഒരു അവശ്യ സമുദായത്തിൽ നിന്നെത്തിയതാണ്. അത്തരത്തിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളും അതിലുണ്ട്. അതല്ല, ഉത്തരാധുനികതയുടെ കാലഘട്ടത്തിൽ അതിജീവിക്കപ്പെട്ട ഒരുപാട് സംഭവ വികാസങ്ങളുണ്ട്. ഒരുപക്ഷെ ഇന്നലെ സ്മൃതി ഇറാനി പറഞ്ഞ ഒരു വിഷയം, ഇന്നലെ സ്മൃതി ഇറാനി പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷിക്കാനുള്ള കമ്മിറ്റിയിലും ദളിതരുണ്ട് എന്നാണ്. അത്തരത്തിൽ ഒരു സവർണ ദളിത് വിരുദ്ധ പ്രക്ഷോഭമായി ഇതിനെ മാറ്റേണ്ടതില്ല, അങ്ങനെ കാണേണ്ടതില്ല എന്ന് അവർ പറയുന്ന ആ യുക്തിക്ക് മറുപടി ഉണ്ടോ എന്നാണ് ചോദ്യം. കൊച്ച്, തീർച്ചയായിട്ടും എന്ത് സംഘപരിവാർ ഈ കൃതികളെ എങ്ങനെ വായിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. സംഘപരിവാർ കാരണം സംഘപരിവാറിന്റെ മൗലിക ലക്ഷ്യം മുതൽ ഹിന്ദുത്വത്തെ ആയുധമണിയിക്കുക എന്നുള്ളതാണ്. അതിന് സഹായകമായ ജ്ഞാനവ്യവസ്ഥയായിട്ടാണ് ഈ വേദങ്ങൾ, ഉപനിഷത്തുകളെ കാണുന്നത്. അതേസമയം അതിന് ഇന്ത്യയിലെ ചരിത്രത്തിന്റെയും സർഗാത്മകമായ വികാസത്തിന്റെയും ഭാഗമായിട്ട്, ചരിത്രപരമായ സർഗാത്മകയുടെ ഭാഗമായിട്ട് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അത് തീർച്ചയായിട്ടും ഗുണപരമായ കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ദളിതസാഹിത്യം തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നുള്ള പുതിയ ഒരു സമൂഹ സൃഷ്ടിക്ക് ആധാരമായിട്ട് കൃതികളെ കാണുന്നുണ്ട്. സംഘപരിവാർ അങ്ങനെ ചിന്തിക്കുന്നവരല്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. തീർച്ചയായും കൊച്ചു, ദയവായി തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം പി രാജീവ് MP കൂടി ചേരുകയാണ്. പി രാജീവ് കൂടി ചേരുകയാണ്. ശ്രീ പി രാജീവ്, അതായത് ഒരു ജനാധിപത്യ വിപ്ലവത്തിലൂടെ മാത്രമേ ദളിതന്റെ പ്രശ്നം യഥാർത്ഥത്തിൽ പരിഹരിക്കാനാകൂ. ഒരു സാമ്പത്തിക മാത്രവാദം ഒരു പക്ഷേ യാന്ത്രികമായി ഇടതുപക്ഷത്തിൻ്റെ വാദങ്ങളെ സ്വാധീനിക്കുന്നുണ്ടോ? കേരളത്തിൽ പോലും ഒരു ആടുജീവിതം നയിക്കപ്പെടേണ്ടി വന്ന ദളിതൻ്റെ ആ മുഴുവൻ സംഭവങ്ങളുടെയും ഒരു പരിച്ഛേദമായി രോഹിത്തിൻ്റെ ആത്മഹത്യ മാറുകയാണോ? ഇന്ന് അധ്യാപകർ പോലും രാജിവെച്ച് അതിലേക്ക് നീങ്ങുമ്പോൾ അതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ചോദ്യമാണ് ഈ ഉന്നയിക്കുമ്പോൾ. യഥാർത്ഥത്തിൽ ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്ന BJP ഗവൺമെന്റ് ഏത് തരത്തിലുള്ള സമീപനമാണ് സ്വീകരിക്കുക എന്നതിന്റെ തെളിവായിട്ടാണ് ഈ സംഭവം വരുന്നത്. അപ്പൊ ദളിത് വിരോധ രാഷ്ട്രീയം, ദളിത് വിരോധ പ്രത്യയശാസ്ത്രം, അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ കീഴിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. എല്ലാ തരത്തിലും ദളിതന്റെയും അടിച്ചമർത്തപ്പെടുന്നവന്റെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് വരെ താൽക്കാലികമായി തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടി വരും എന്ന ചിന്തയും ഇക്കൂട്ടത്തിൽ വരേണ്ടി വരും. എല്ലാ കാര്യത്തിലും വിമോചനം എന്നുള്ളത് വിപ്ലവത്തിലൂടെ സാധ്യമാകൂ
അതുവരെ കാത്തിരിക്കുക എന്നുള്ളതല്ല. ഈ ഘട്ടത്തിൽ ഉയർന്നു വന്ന പ്രശ്നത്തെ അതിന്റെ ഉയർന്ന മാനങ്ങളിലേക്ക് വികസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഈ ഗവൺമെന്റിന്റെ വിരുദ്ധതയെ തുറന്നു കാണിക്കുന്നതിനുള്ള നടപടി കൂടിയാണ് ഈ അധ്യാപകർ രാജിയിലുള്ളത്. അതുപോലെ തന്നെ വാജ്പേയിയുടെ ഡീലിറ്റ് തിരിച്ചേൽപ്പിക്കുന്ന നടപടിക്കകത്തുള്ളത്. രാജ്യത്തെമ്പാടും വിവിധ തരത്തിലുള്ള പണ്ഡിതന്മാർ, ചിന്തകന്മാർ, വിദ്യാർത്ഥി സംഘടനകൾ എല്ലാവരും അണിചേരുന്ന പ്രതിഷേധവും ഇതിന്റെ ഭാഗമായിട്ട് തന്നെ വേണം കാണേണ്ടത്. അതായത് രോഹിത്തിന്റെ ഈ ആത്മഹത്യ ഒരു സാമൂഹിക വിമർശനമാണ് എന്നതോടൊപ്പം തന്നെ അത് രൂപപ്പെടുത്തിയ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയുള്ള വിമർശനവും കൂടിയാണ്. അങ്ങനെ കൂടി രാജ്യം ഇതിനെ വിലയിരുത്തേണ്ടതുണ്ട്. അത്തരം സമഗ്രമായ നീക്കവും വിമർശനവും ഇതിൽ രൂപപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെയാണ് ശ്രീ പി രാജീവ് നിരീക്ഷിച്ചത്. തീർച്ചയായിട്ടും ആ ഒരു ആത്മഹത്യ യഥാർത്ഥ ജീവൻ അവസാനിപ്പിക്കുന്നതിലൂടെ ഒടുങ്ങാത്ത ഒരു സമരമുറയായി മാറിയിട്ടുണ്ട്. അതൊന്ന് അടിയന്തരമായി ഇന്ന് നിലനിൽക്കുന്ന ഫാസിസ്റ്റ് സ്വഭാവത്തിലുള്ള സവർണാധിപത്യ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും കൈകാര്യം ചെയ്യുന്ന ഒരു ഗവൺമെന്റിന്റെ സമീപനത്തിനെതിരെയുള്ള സമരമുഖത്തോടൊപ്പം തന്നെ ദളിത് ജനവിഭാഗം സ്വാതന്ത്ര്യം ലഭിച്ച ഇത്ര കാലം കഴിഞ്ഞിട്ട് നമ്മുടെ രാജ്യത്ത് അനുഭവിക്കേണ്ടി വരുന്ന പൊതുപ്രശ്നവും അതിന് അടിസ്ഥാനമായിട്ടുള്ള രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര സാമ്പത്തിക മാനങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെ. അപ്പൊ അതുകൊണ്ട് പ്രശ്നം മുദ്രാവാക്യം നിലവെക്കുമ്പോൾ തന്നെ അടിയന്തരമായി അഡ്രസ് ചെയ്യേണ്ട ഈ പ്രശ്നത്തെ കാണാതിരിക്കുക എന്നുള്ളത് തെറ്റായി പോകും. ഏറ്റവും പ്രധാനം ഇന്നത്തെ ഈ പ്രശ്നത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടും ഈ ഗവൺമെന്റ് മന്ത്രിമാർ രാജിവെക്കുക, വൈസ് ചാൻസലർ രാജിവെക്കുക, ഒപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ സർവകലാശാലകളിൽ ദളിത് വിദ്യാർത്ഥികൾ രാജിവെക്കേണ്ടി വന്ന അവസ്ഥ, പാർലമെന്റിൽ മെമ്പറായിരിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങളിൽ തന്നെ ദളിത് വിദ്യാർത്ഥികളുടെ, ദളിത് അധ്യാപകരുടെ വേക്കൻസികൾ, SC/ST റിസർവേഷനുകൾ കേന്ദ്ര സർവകലാശാലയ്ക്കകത്ത് പാലിക്കാത്ത പ്രശ്നം, എയിംസ് പോലെയുള്ള ഉയർന്ന സ്ഥാപനങ്ങൾക്കകത്ത് ദളിതർ വിദ്യാർത്ഥികൾ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം ഉന്നയിക്കപ്പെടുന്ന അവസ്ഥയിൽ തരുന്ന മറുപടികൾ ഞെട്ടിപ്പിക്കുന്ന മറുപടികളാണ്. അപ്പൊ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് ഇന്നത്തെ ഇന്ത്യക്കകത്ത് ഉദാരവൽക്കരണ നയം എന്നൊക്കെ പറയുമ്പോൾ ഫ്യൂഡൽ ഘടന നിലനിൽക്കുകയും മറുവശത്ത് വിദേശ ഫിനാൻസ് മൂലധനത്തിന്റെ ആധിപത്യം വന്നതോടുകൂടി സൃഷ്ടിക്കപ്പെടുന്ന ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥ, ഇതൊക്കെ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ കുറെ കൂടി ആഴത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെ. എന്നാൽ അടിയന്തരമായി ഈ പ്രശ്നം മുദ്രാവാക്യങ്ങളിൽ സ്മൃതി ഇറാനിയുടെയും അതുപോലെ തന്നെ തൊഴിൽ മന്ത്രിയുടെയും വൈസ് ചാൻസലറുടെയും ഈ സമീപനത്തിനെതിരെയുള്ള അടിയന്തര സമരത്തിൽ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നത്. അതാണ് ശ്രീ രാജീവ്, അതായത് ഈ രാജ്യം രൂപപ്പെടുത്തുന്ന ഘട്ടത്തിൽ ആദ്യം 10 വർഷത്തേക്കായിരുന്നു ഒരുപക്ഷെ സംവരണം രൂപപ്പെടുത്തിയത്. പക്ഷേ 50 വർഷം കഴിഞ്ഞിട്ടും മണ്ഡൽ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് നിരീക്ഷിച്ചപ്പോൾ പറഞ്ഞത് താങ്കളുടെ ഓർമ്മ പദങ്ങളിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. അതായത് ദളിതർ ഒഴികെയുള്ള ബാക്കിയുള്ള വിഭാഗങ്ങൾക്കൊക്കെ ഒരു അപ്വേർഡ് മൊബിലിറ്റി സാധ്യമായിട്ടുണ്ട്. പക്ഷേ ദളിതർക്ക് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് തന്നെ ഇങ്ങനെയാണ്: ജനറ്റിക്കൽ ഡാമേജ് 5000 കൊല്ലത്തെ അടിമത്തത്തിലൂടെ രൂപപ്പെട്ടുവെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഇന്ന് സീതാറാം യെച്ചൂരി അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സംഭവത്തെ സന്ദർശിച്ചു. ഇടതുപക്ഷം ഇതിൻ്റെ ഈ പശ്ചാത്തലത്തിൽ, ഈ ആത്മഹത്യയുടെ പശ്ചാത്തലത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇനി ഭാവി ഒരുപക്ഷെ ദളിത് വിരുദ്ധമായ സമീപനങ്ങൾക്കെതിരെ? അതെ, ഇവിടെ നേരത്തെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയും ഈ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന ജാതി വ്യവസ്ഥയുമുള്ളത് വരാനിരിക്കുന്ന തലമുറയെ പോലും അടിമത്തത്തിലാക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതാണ്. ബുദ്ധിപരമായ അടിമത്തം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട യഥാർത്ഥത്തിൽ അടിമത്തം വിലയ്ക്ക് വാങ്ങുന്നതോടുകൂടിയാണ് അടിമകൾ യൂറോപ്യൻ രാജ്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നതെങ്കിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഈ ബുദ്ധിപരമായ അടിമത്തം അല്ലെങ്കിൽ ചാതുർവർണ്ണ വ്യവസ്ഥയുമുള്ളത് ജനിക്കാൻ വർഷങ്ങൾക്കോ നൂറ്റാണ്ടുകൾക്കോ അപ്പുറത്ത് ജനിക്കാനിരിക്കുന്ന ഒരാളെ കൂടി അടിമയാക്കി മാറ്റുന്നത് ഉറപ്പു നൽകുന്ന ഒരു സംവിധാനമായിരുന്നു. അപ്പൊ അത്തരം പ്രശ്നങ്ങൾ ഇപ്പോഴും സ്വാതന്ത്ര്യത്തിന് ശേഷം തുടരുകയാണ് ചെയ്യുന്നത്. സംവരണം എന്നുള്ളത് 10 വർഷത്തേക്കായി അന്ന് പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും അതിനുശേഷം സംവരണം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ജീവിതാവസ്ഥകൾക്കകത്ത് വലിയ മാറ്റങ്ങൾ രാജ്യത്തെ ദളിത് ജനവിഭാഗങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് പഠന റിപ്പോർട്ടുകളെല്ലാം വ്യക്തമാക്കുന്നത്. സംവരണം കൊണ്ട് മാത്രം ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയില്ല. സംവരണം നിലനിർത്തിക്കൊണ്ട് തന്നെ കുറെ കൂടി രാഷ്ട്രീയമായിട്ടുള്ള സമരങ്ങൾ കൂടി ആവശ്യമാണ്, ഇടപെടലുകൾ കൂടി ആവശ്യമാണ്. അതിനു കൂടി സഹായകരമാകുന്ന ഒരു പുതിയ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ കൂടി സഹായകരമാകുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ രാജ്യത്ത് ഈ പ്രശ്നത്തോടുകൂടി രൂപപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നിലനിൽക്കുന്ന ഭരണ സംവിധാനത്തിന്റെ പ്രത്യയശാസ്ത്രം യഥാർത്ഥത്തിൽ ദളിതനെ മനുഷ്യനായി പോലും അംഗീകരിക്കാത്ത ഒരു പ്രത്യയശാസ്ത്രമാണ്. ആ പ്രത്യയശാസ്ത്രത്തിനെതിരെയുള്ള പക്ഷേ അപ്പോൾ തന്നെ താങ്കളുടെ ആ പറച്ചിലിന്റെ തുടർച്ചയായി തന്നെ താങ്കളുടെ പ്രതികരണം സമഗ്രമാകാൻ ഞാനൊരു കാര്യം കൂടി വെക്കുന്നു. ഒരുപക്ഷെ ചെയർമാൻ, കോളേജ് യൂണിയൻ ചെയർമാൻ സുഹൈൽ നമ്മോടൊപ്പം ഉണ്ട്, ലൈനിലുണ്ട്. ശ്രീ രാജീവിലേക്ക് തന്നെ, അതായത് ഇന്നലെ സ്മൃതി ഇറാനി പറഞ്ഞ ചില വാചകങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോഴത്തെ സമകാലിക വിഷയങ്ങളിലേക്ക് എത്തിയാൽ
അതായത് ഇത്തരത്തിലുള്ള ഒരു സമീപനമല്ല, ദളിത് വിരുദ്ധമായ ഒരു സമീപനമല്ല, സവർണ ദളിത് വിഭാഗം എന്നുള്ള സമരമായി ഇതിനെ മാറ്റുക എന്നത് ഒരുപക്ഷെ ആസൂത്രിതമായ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള നീക്കമാണ്. അങ്ങനെ കാണേണ്ടതില്ല ഇതിനെ. ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ട കമ്മിറ്റികളിൽ പോലും ദളിതരുണ്ട്. ഈ പറച്ചിലിൽ മറ്റെന്തൊക്കെ രാഷ്ട്രീയം കാണാനാകും? സ്മൃതി ഇറാനി. BJP നയിക്കുന്ന ഒരു ഗവൺമെന്റ് നിയമിച്ച വൈസ് ചാൻസലർ, അദ്ദേഹം നിയമിച്ച കമ്മീഷനകത്ത് ദളിതനുണ്ടായി എന്നതുകൊണ്ട് ആ ഗവൺമെന്റിന്റെയും വൈസ് ചാൻസലറുടെയും നിലനിന്നിരുന്ന സ്വഭാവത്തിനോ രാഷ്ട്രീയത്തിനോ പ്രത്യയശാസ്ത്രത്തിനോ മാറ്റം ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. ഒരു UC രാമൻ മുസ്ലിം ലീഗിൽ ഉണ്ടായതോടുകൂടി മുസ്ലിം ലീഗ് ഒരു മതനിരപേക്ഷ പാർട്ടിയാണ് എന്ന് വാദിക്കാൻ കഴിയുമെങ്കിൽ അതുപോലൊരു വാദം, ദുർബലമായ വാദം മാത്രമാണ് സ്മൃതി ഇറാനിയുടെ ഭാഗത്തുള്ളത്. യഥാർത്ഥത്തിൽ ഇത് ദളിത് വിരുദ്ധതയുടെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പോ BJP അധികാരത്തിൽ വന്നതിന് ശേഷം കുറെ കൂടി ശക്തമായിട്ടുണ്ട്. അപ്പൊ അത് തന്നെ ഇവിടെയും പ്രതിഫലിച്ചിട്ടുണ്ട്. നേരത്തെ ഹൈദരാബാദ് സർവകലാശാലയ്ക്കകത്ത് പ്രശ്നങ്ങൾ മാത്രമല്ല, ചെന്നൈ IIT-യിൽ അംബേദ്കറുടെ പേരിലുള്ള പഠന സംവിധാനം ആരംഭിച്ചപ്പോൾ അതിനെതിരെ ഗവൺമെന്റ് സ്വീകരിച്ച സമീപനങ്ങൾ എല്ലാം കൂട്ടിച്ചേർത്ത് വേണം വായിക്കാൻ. ഒരു വ്യക്തി ആ സമുദായത്തിൽ തന്നെ ഉള്ളതിനെ കമ്മീഷനകത്ത് ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് മാത്രം അതിന്റെ സ്വഭാവം മാറും എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. തീർച്ചയായും ഷാർപ്പാണ്. ശ്രീ P. രാജീവ്, ദയവായി തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം സ്റ്റുഡൻസ് യൂണിയൻ ചെയർമാൻ കൂടിയായ സുഹൈൽ ചേരുകയാണ്. ശ്രീ സുഹൈൽ, താങ്കൾക്ക് കേൾക്കാമല്ലോ? കേൾക്കാം. അതായത് ഇത്തരത്തിലാണ് കാര്യങ്ങൾ. നിങ്ങളുടെ സമരത്തിന് ഐക്യദാർഢ്യവുമായി ഒരുപക്ഷെ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ സീതാറാം യെച്ചൂരി വരുന്നു, ഇന്ന് അരവിന്ദ് കെജ്രിവാൾ വരുന്നു, ഒപ്പം 10 അധ്യാപകർ നിങ്ങളോടുള്ള ഐക്യദാർഢ്യവുമായി ബന്ധപ്പെട്ട് രാജിവെക്കുന്നതിലേക്ക് നയിക്കുന്നു. സ്മൃതി ഇറാനി ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലെ വിശദീകരണങ്ങളടക്കം അധ്യാപകരുടെ രാജിക്കായുള്ള പ്രകോപനങ്ങളായി മാറി. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സമരം ഏത് ദിശയിൽ, എങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ അതിനെ കാണുന്നത്? ഇതില് ആദ്യം തന്നെ പറയേണ്ടിയിരിക്കുന്ന കാര്യം, രോഹിത് എന്ന് പറയുന്ന ആള് ഒരു ആന്റി കാസ്റ്റ് ആക്ടിവിസ്റ്റ് ആയിരുന്നു. അതായത് ഹിന്ദു റിലീജിയനിൽ നിലനിൽക്കുന്ന കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെതിരെ എല്ലാ കാലത്തും വളരെ ശക്തമായ ഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ടാർഗറ്റ് ചെയ്യപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റിൽ കാസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. പിന്നെ അതിന്റെ തുടർച്ചയായിക്കൊണ്ട് ഒരുപാട് ഫാബ്രിക്കേറ്റഡ് ഡാറ്റ പറഞ്ഞുകൊണ്ടാണ് സ്മൃതി ഇറാനി സംസാരിക്കുകയുണ്ടായത്. കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട EC സബ് കമ്മിറ്റി ഹെഡ് ചെയ്യുന്നത് ഒരു ദളിതനാണ് എന്നത് തീർച്ചും തെറ്റായ പ്രസ്താവനയാണ്. വിപിൻ ശ്രീവാസ്തവ എന്ന് പറയുന്ന ഫിസിക്സിലെ ഫാക്കൽറ്റി ഒരിക്കലും ഒരു ദളിതനല്ല. അതുമാത്രമല്ല, ഇതിന് തുടർച്ചയായിക്കൊണ്ട് തന്നെ SC/ST ഫാക്കൽറ്റികള് അവർ വഹിച്ചുകൊണ്ടിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനുകളിൽ നിന്ന് രാജിവെക്കാൻ തീരുമാനിക്കുമ്പോൾ അത് നൽകുന്ന സന്ദേശം, എല്ലാ കാലത്തും ഇവിടുത്തെ ദളിത് ഓർ ലെഫ്റ്റ് ആൻഡ് പ്രോഗ്രസീവ് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ എല്ലാ കാലത്തും ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇവിടുത്തെ എല്ലാ ഇമ്പോർട്ടന്റ് കമ്മിറ്റികളിലും ദളിത് റെപ്രസെന്റേഷൻ ഉണ്ടാവണം എന്നുള്ളതാണ്. പക്ഷെ അവരിന്ന് മനസ്സിലാക്കുന്നത് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്നത് ഒരു റെപ്രസെന്റേഷനോ അംഗത്വമോ അല്ല, എന്തെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ ബ്ലെയിം ചെയ്യാനുള്ള ഒരു വിഭാഗത്തെ സൃഷ്ടിക്കുക മാത്രമായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. സോ അതൊരു കാസ്റ്റ് അട്രോസിറ്റി തന്നെയാണ് എന്നാണ് അവർ സ്ട്രോങ്ലി വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ ഇന്ന് ഇൻഡെഫിനിറ്റ് ഹങ്കർ സ്ട്രൈക്കിന്റെ 2ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഒരു നീതിക്ക് വേണ്ടിയുള്ള സമരമാണ്. ഇനി ഒരു കാര്യം കൂടി, ശ്രീ P. രാജീവും ലൈനിലുണ്ട്. രാജീവിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ സുഹൈൽ, അതായത് ഇനി ഈ അധ്യാപകർ കൂടി രാജിവെച്ച ഘട്ടത്തിൽ ഇങ്ങനെ ഒരു സമീപനം കേന്ദ്ര സർക്കാർ രൂപപ്പെടുത്തുന്നു. ഒരിക്കലും ഒരു അപ്പോളജി അല്ല, ഒരു മാപ്പ് പറച്ചിലോ അല്ലെങ്കിൽ ഏറ്റുപറച്ചിലോ പോലുമല്ല കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പോലും ഉണ്ടായിരിക്കുന്നത്. അതിനെ ന്യായീകരിക്കാൻ വിവിധ വാദങ്ങൾ നിരത്തുന്ന ഒരു ഘട്ടം. ഇങ്ങനെ അരവിന്ദ് കെജ്രിവാൾ അടക്കം ഇന്ന് വേദിയിൽ വരാനിരിക്കുന്നു. അധ്യാപകർ രാജിവെച്ച ഘട്ടത്തിൽ ഇനിയുള്ള നിങ്ങളുടെ സമരമുറ എങ്ങനെയാകും? ഏതൊക്കെ കാര്യങ്ങളാകും സമരത്തിൽ ഉൾപ്പെടുത്തുക? എങ്ങനെ സമരം സമഗ്രമായി രൂപപ്പെടുത്തും? അത്തരം കാര്യങ്ങൾ കൂടി, ഭാവി പരിപാടികൾ കൂടി ഒന്ന് പറയാമോ സുഹൈൽ? തീർച്ചയായും. ഞങ്ങളിപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമരത്തിന്റെ മുറ, ഇപ്പോ ഹങ്കർ സ്ട്രൈക്ക്, നിരാഹാര സത്യാഗ്രഹം ആണ് പ്രധാനമായും ഞങ്ങളുടെ ഒരു സമരമുറ. ആ സമരമുറയിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാകും. മാറ്റങ്ങൾ വ്യത്യസ്തമായ രീതിയിലാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. തിങ്കളാഴ്ച ചലോ HCU എന്ന പേരിൽ ഒരു ഓൾ നേഷൻ വൈഡ് അപ്പീൽ കൊടുത്തിട്ടുണ്ട്. അതായത് HCUവിലേക്ക് എത്രത്തോളം ആൾക്കാർ ഇവിടെ എത്തിക്കാൻ പറ്റുമോ അത്രത്തോളം ആൾക്കാർ എത്തിച്ചുകൊണ്ട് ഒരു പബ്ലിക് മീറ്റിംഗ് ആണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ അധ്യാപക സംഘടനകൾ വളരെ സജീവമായി ഞങ്ങളുടെ ഈ ഒരു പരിപാടികളുമായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ SC/ST ടീച്ചേഴ്സ് അസോസിയേഷൻ സ്ഥാനമാനങ്ങളിൽ നിന്ന് രാജിവെക്കാൻ തീരുമാനിക്കുമ്പോൾ
അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ നിന്ന് കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ, ചീഫ് വാർഡൻ, ഡീൻ ഓഫ് സ്റ്റുഡൻസ് വെൽഫെയർ തുടങ്ങി വളരെ ഉന്നതമായ പൊസിഷനിൽ ഇരിക്കുന്ന ഒരുപാട് പേര് പുറത്തു വരികയാണ്. അപ്പോൾ അവരുടെ UHTA-യുടെ സമരമുറ കൂടി കൺസിഡർ ചെയ്തിട്ട് മാത്രമേ ഞങ്ങൾ മുന്നോട്ട് പോവുകയുണ്ടാവുള്ളൂ. എങ്ങനെ ആയിരിക്കണം ഞങ്ങളുടെ വേ ഓഫ് അപ്രോച്ച് എന്നുള്ളതിനെ കുറിച്ച് ഈ പോയിന്റ് ഓഫ് ടൈമിൽ ഞങ്ങൾ ഓരോ ദിവസവും ജോയിന്റ് ആക്ഷൻ കമ്മിറ്റി നെക്സ്റ്റ് ഡേക്കുള്ള അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസത്തേക്കുള്ള പരിപാടികൾ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ സംബന്ധിച്ചിട്ട് ഇതാണ് ഇപ്പം ഹങ്കർ സ്ട്രൈക്കിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് തീരുമാനം. അത് മാത്രമല്ല ഇന്ന് ഒരു ഫോട്ടോ എക്സിബിഷന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ഒരു സ്ട്രീറ്റ് പ്ലേ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ പല പരിപാടികളിലും ആയിട്ട് ഈ പ്രൊട്ടസ്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് സുഹൈൽ. അതായത് ഒരുപക്ഷെ അനീതി രോഹിത് വെമുലയുടെ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടതിൽ ദളിത് വിദ്യാർത്ഥികൾ അനുഭവിച്ച ആ അനീതിയെ സംബന്ധിച്ചുള്ള നീതീകരണവും നിയമപരവുമായ നീതിയുടെ പരിരക്ഷ ഞങ്ങൾക്ക് വേണം എന്നത് വെമുലയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുറ്റക്കാരെ ശിക്ഷിക്കണം എന്നുള്ളത് ഈ രണ്ടാവശ്യം എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ദളിതൻ രാജ്യത്ത് വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലടക്കം ആക്രമിക്കപ്പെടുന്നതിൻ്റെ ആ ഭരണപക്ഷ അനീതിക്കെതിരെ കൂടിയുള്ള സമരമായി നിങ്ങളുടെ മുഖം മാറുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ദേശീയ ശ്രദ്ധ വരുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപാട് ഉത്തരവാദിത്വം കൂടി ഈ സമരത്തിൻ്റെ മുഖങ്ങളിലേക്ക് വരികയാണ്. ഒരുപക്ഷെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സമരത്തെ പോലെ അടിച്ചമർത്തപ്പെടുവാനുള്ള വിവിധ നീക്കങ്ങൾ ഉണ്ടാകും. അത്തരത്തിലുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാറുണ്ടോ? ലൈക്ക് ഒരുപാട് രീതിയിൽ ഈ ഒരു സമരത്തെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ജാതി വ്യവസ്ഥക്കെതിരെ, ഈവൻ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പോലും ഇപ്പോഴും നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥക്കെതിരെയാണ് സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സംസാരിക്കുന്ന ഒരുവിധം മേജർ ഷെയർ ഓഫ് ആൾക്കാർ, ഈവൻ FTA-യുടെ താങ്കൾ പറഞ്ഞ പോലെ FTA-യുടെ കേസിൽ സംഭവിക്കുന്ന പൊളിറ്റിക്കൽ പോസ്റ്റിംഗ്സ് നടന്നേക്കാം എന്ന് ചിന്തിക്കുന്ന വിഭാഗം പോലും, അങ്ങനെ ഒരു വിഭാഗം പോലും ഈ വിഷയത്തിലില്ല. ഈ വിഷയത്തിൽ എല്ലാവരും പറയുന്നത് ഈ ഒരു കാര്യത്തില് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രത്യേകിച്ച് ബണ്ടാരു ദത്താത്രേയയുടെ ഇൻഫ്ലുവൻസ് വളരെ പ്രകടമാണ്. സോ അതുകൊണ്ട് തന്നെ ആ സാധനത്തെ കുറിച്ചാണ് ഞാൻ ആദ്യം സംസാരിച്ചു തുടങ്ങിയത്. ഇത് ഈ ഒരു ദളിതിന്റെ കാസ്റ്റിസം അവസാനിപ്പിക്കണമെന്ന് വോക്കലി സംസാരിക്കുന്ന അത്രയും വൈബ്രന്റ് ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ഇവിടെ ഏതൊരു പരിപാടിയിലും അഡ്രസ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരുന്ന രോഹിത് നൽകുന്ന അവന്റെ മരണത്തോടു കൂടി നൽകുന്ന സന്ദേശം ഈ ഒരു കാസ്റ്റിസത്തിനെതിരെ ഉള്ള സമരത്തെ ഒന്നുകൂടി ഇന്റൻസിഫൈ ചെയ്യണമെന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും സുഹൈൽ, ദയവായി തുടരുക. MP മനോജിലേക്ക് തന്നെ പോയാൽ, ശ്രീ മനോജ്, അതായത് വെമുല മുമ്പോട്ട് വെച്ച് സമരമാർഗത്തെ ഒരുപക്ഷെ വിധ്വംസക പ്രവർത്തനവുമായി കൂട്ടിക്കലർത്താനാണ് സർക്കാർ ശ്രമിച്ചത്. ഒരുപക്ഷെ ഇപ്പോൾ പോലും ദത്താത്രേയ അടക്കമുള്ളവർ, സ്മൃതി ഇറാനി അടക്കമുള്ളവർ ഒരു യൂണിവേഴ്സിറ്റിയുടെ വിഷയങ്ങളിലേക്ക് നേരിട്ടിടപെടുന്നു, അതിനു മുന്നിൽ കത്തയക്കുന്നു. വിധ്വംസക പ്രവർത്തനം എന്നതുമായി ബന്ധപ്പെട്ട് വെമുലയ്ക്കെതിരെ ചാർത്തിയ ആ രൂപങ്ങളൊക്കെയും ദളിത് വിരുദ്ധ സമീപനത്തിന്റെ ഭാഗമാണ് എന്ന് സമർത്ഥിക്കാൻ ഇപ്പോഴും ചില ഘട്ടങ്ങളിലെങ്കിലും സർക്കാർ പ്രതിരോധവുമായി അതിനെതിരെ രംഗത്ത് വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ശ്രീ മനോജ്. ഹലോ, അതെ, നമ്മളത് മനസ്സിലാക്കുന്ന കാര്യം ഇന്നലെ കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു കാര്യമുണ്ട്. അവർ പറഞ്ഞത് വൈസ് ചാൻസലറും അതുപോലെ സ്ഥലം MP-യും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആണെന്നാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, ദലിതരെയും പിന്നോക്ക വിഭാഗങ്ങളെയും പരസ്പരം തമ്മിലടിപ്പിച്ചുകൊണ്ട് ബ്രാഹ്മണ്യത്തിന് അവർ ഉടനീളം ഇന്ത്യൻ ചരിത്രത്തിൽ ഉടനീളം ചെയ്തിട്ടുള്ള അവരുടെ ഭരണം നിലനിർത്തുവാൻ ദലിതരെയും പിന്നോക്കരെയും തമ്മിലടിപ്പിക്കുക എന്നതായിരുന്നു സ്മൃതി ഇറാനിയുടെ ഇന്നലത്തെ പ്രസ്താവനയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. നീതിയുടെ പക്ഷത്തു നിന്നും നമ്മൾ സംസാരിക്കുന്നതിനെ എക്കാലവും ജാതിയുടെ വിവേചനങ്ങൾ ഓരോ ജാതിക്കുള്ളിലും നുഴഞ്ഞു കയറിക്കൊണ്ട് ജാതിയുടെ വിവേചനങ്ങൾ പരസ്പരം ജാതികളെ തമ്മിൽ പോരടിപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ പുലർന്നിട്ടുള്ള ബ്രാഹ്മണ്യം, അതിന്റെ പുതിയ രൂപങ്ങളാണ് നമ്മൾ ഇന്നലെ സ്മൃതി ഇറാനിയുടെ പ്രഭാഷണത്തിലൂടെ നമ്മൾ കേൾക്കുന്നത്. ഞാൻ പറയുന്നത്, നിങ്ങൾ നോക്കൂ, ഈ ബ്രാഹ്മണ്യമാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ അട്ടിമറിക്കുവാൻ ഇന്ത്യയിലെ പിന്നോക്കക്കാർക്കെതിരെ അണിനിരുന്നത് എന്ന കാര്യം എന്നെ ശ്രവിക്കുന്ന ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അന്ന് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ മുസ്ലിം സമൂഹങ്ങളും ദലിത് സമൂഹങ്ങളും പിന്നോക്ക സമൂഹങ്ങൾക്ക് ഒപ്പം അണിനിരന്നിരുന്നു. അത് 2010-ലും അതിൽ തുടർന്നും മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഓരോ ഘട്ടത്തിലും ദലിതരും ന്യൂനപക്ഷ വിഭാഗങ്ങളും പിന്നോക്കർക്ക് ഒപ്പം അണിനിരന്നിട്ടുണ്ട്. ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങൾ
ദളിതർക്കൊപ്പമുള്ള ഒരു സമൂഹമാണ്. അവർ ജാതിവർണ്ണത്തിനെതിരെ നിലപാടെടുത്ത സമൂഹമാണ്. നാരായണ ഗുരുവിന്റെയും മറ്റ് ഇന്ത്യയിലെ വിവിധ പിന്നോക്ക വിഭാഗങ്ങളിലെ സെയിന്റുകൾ, സന്യാസിമാർ എക്കാലവും ജാതിവർണ്ണത്തിനെതിരെ അടിത്തട്ടിൽ നിന്നുകൊണ്ട് സമരം നടത്തിയ സമൂഹമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ആ അർത്ഥത്തിലാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അത് വിജ്ഞാനപരമായി, ജ്ഞാനശാസ്ത്രപരമായി നമ്മൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണ്യത്തിന്റെ വരേണ്യതയുടെ ഈ പുതിയ മുഖങ്ങളെ വലിയ അളവോളം നമുക്ക് പുതിയ കാലഘട്ടത്തിൽ നമുക്ക് ബഹിഷ്കരിക്കുവാൻ സാധിക്കുമെന്നും ജനാധിപത്യത്തിന്റെ പുതിയ ശ്രമങ്ങളിലൂടെ നമുക്ക് ഇന്ത്യയിൽ ഇന്ന് പുതിയ രൂപത്തിൽ അരങ്ങേറുവാൻ ശ്രമിക്കുന്ന ഈ ബ്രാഹ്മണ്യത്തെ നമുക്ക് പുറത്താക്കാൻ കഴിയുമെന്നും ജനാധിപത്യ പ്രക്രിയയിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില ദളിത് പ്രതിനിധികളെ കമ്മിറ്റിയിൽ അംഗങ്ങളാക്കി എന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. ഇത് എക്കാലവും ഓരോ കമ്മിറ്റികളിലും ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ദളിത് പ്രതിനിധികൾ ആവശ്യമുണ്ട് എന്നതുകൊണ്ട് മാത്രം വരുത്തി തീർക്കുന്ന ചില കാര്യങ്ങൾ എന്നതിനപ്പുറം ഓരോ ഘട്ടങ്ങളിലും ഭരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ഒത്താശ ചെയ്തു കൊടുക്കുന്നവർ എന്നതിനപ്പുറം നമുക്ക് അതിൽ യാതൊരു തരത്തിലും നീതീകരിക്കാൻ കഴിയുകയില്ല. ദളിത് ജനസമൂഹങ്ങളിലെ കാര്യശേഷിയുള്ള ആളുകളെ പുറത്തു നിർത്തുകയും അവർക്ക് വേണ്ടി സംസാരിക്കുന്നവരെ പുറത്തു നിർത്തുകയും ഭരിക്കുന്നവർക്ക് വേണ്ടി സംസാരിക്കുന്നവരെ അകത്ത് കയറ്റുകയും ചെയ്യുന്ന സമീപനം നമ്മൾ എക്കാലവും കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ കേരളത്തിലും കേരള പുലയർ മഹാസഭ പോലുള്ള സംഘടനകളുടെ ഒരു വിഭാഗം ആ അർത്ഥത്തിൽ ഇവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് നമുക്കറിയാം. പക്ഷെ നമ്മൾ കേരളത്തിൽ തന്നെ കാണുന്നത് അടിത്തട്ടിൽ കേരള പുലയർ മഹാസഭ പോലുള്ള പ്രസ്ഥാനങ്ങൾ അപ്പോൾ തന്നെ അതിന് പ്രതിഷേധിച്ചുകൊണ്ട് ആ സംഘടന തന്നെ സ്പ്ലിറ്റായി പോവുകയും ഒരു വലിയ വിഭാഗം ഫാസിസത്തിനെതിരെ നിലകൊള്ളുകയും ചെയ്തത് തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടതാണ്. 1,00,000 ആളുകളുടെ വൻ പ്രകടനം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അടിത്തട്ടിൽ നിന്നും ദളിതരുടെയും പിന്നോക്കക്കാരുടെയും ജനാധിപത്യവാദികളുടെയും വലിയ നിര ഉയർന്നു വരുമെന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. തീർച്ചയായും. എം പി മനോജാണ് ഈ വിഷയത്തിൽ ഏറ്റവും ഒടുവിലായി പ്രതികരിച്ചത്. സമൂഹം മുഴുവൻ, രാജ്യം മുഴുവൻ പ്രതിഷേധത്തിൻ്റെ അഗ്നിയിലേക്ക് ചാടുകയാണ്. രോഹിത് വെമുലയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട സമരം അതിൻ്റെ പുതിയ മാർഗങ്ങളിലേക്ക് കൈവരികയാണ്. 10 അധ്യാപകരാണ് ഇന്ന് രാജിവെച്ചുകൊണ്ട് സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തുന്നത്. ഈ സീതാറാം യെച്ചൂരി അടക്കമുള്ള രാജ്യത്തെ പ്രമുഖർ ആ സമര വേദിയിലേക്ക് എത്തുകയും സന്ദർശിക്കുകയും ചെയ്തു. ഇന്ന് അരവിന്ദ് കെജ്രിവാൾ, ദില്ലി മുഖ്യമന്ത്രിയും അവിടേക്ക് എത്തുന്നുണ്ട്. സമഗ്രമായ ഒരു സമര പരിപാടികളുമായി തന്നെയാകും മുമ്പോട്ട് പോവുക. വിവിധ സാംസ്കാരിക കൂട്ടായ്മകൾ കൂടി ഇഴചേർത്തുകൊണ്ട് വലിയൊരു സമരമാർഗങ്ങളിലേക്ക് പോകുമെന്ന് നേരത്തെ യൂണിയൻ ചെയർമാൻ കൂടിയായ സുഹൈൽ നമ്മളോട് പറയുകയുണ്ടായി.